സമൂഹത്തിന് മാതൃകയാകണമെങ്കിൽ കുട്ടികൾ ചുറ്റുപാടുകൾ കൂടി പഠിക്കണമെന്ന് സ്പീക്കർ എൻ ഷംസീർ. അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗം അക്ഷരങ്ങളും അക്കങ്ങളും കൃത്യമായി ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കതിരൂർ തരുവണത്തെരു യു പി സ്കൂളിൽ വികസന വിജയോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. ടെക് ഫ്രണ്ട്ലിയായി വിദ്യാർത്ഥികളെ വളർത്തുന്നതിനൊപ്പം പൂർണ്ണമായും വെർച്വൽ ലോകത്തേക്ക് അവരെ വിട്ടുകൊടുക്കരുത്. വായനയിലേക്ക് കൊണ്ടുവരാൻ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും സാധിക്കണം. ഈ സ്ഥാപനം ഇനിയും ഉയർന്നു വരണമെങ്കിൽ എന്തൊക്കെയാണ് മാർഗങ്ങൾ? ആ മാർഗങ്ങൾ മാനേജ്മെന്റും PTA-യും ടീച്ചർമാരും എല്ലാം യോജിച്ച് തീരുമാനിക്കുമെന്നുള്ളതുകൊണ്ടാണ് ഇവരൊരു സ്കൂൾ കുട്ടികൾക്ക് ആവശ്യമായ പ്ലേ ഗ്രൗണ്ട് എന്ന ആശയവുമായി മുന്നോട്ട് വന്നത്. പ്ലേ ഗ്രൗണ്ട് എന്ന ആശയവുമായി മുന്നോട്ട് വന്നപ്പോൾ ആ പ്ലേ ഗ്രൗണ്ടിന് ആവശ്യമായ സ്ഥലം കതിരൂർ പഞ്ചായത്തിന് വിട്ടുകൊടുക്കാൻ ബഹുമാന്യനായ ഈ സ്കൂളിൻ്റെ മാനേജർ രത്തൻ മാഷ്ക്ക് യാതൊരു മടിയുണ്ടായില്ല. സാധാരണ മാനേജ്മെന്റ് അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാവില്ല. സ്വന്തം ചുറ്റുപാടുകൾ കൂടി പഠിക്കാൻ കുട്ടികൾ പ്രാപ്തരാകണമെന്നും സ്പീക്കർ പറഞ്ഞു. കതിരൂർ തരുവണത്തെരു UP സ്കൂളിൽ വിജയോത്സവം, സ്മാർട്ട് ക്ലാസ് റൂം, ടർഫ് നിർമ്മാണത്തിനുള്ള സ്ഥലം കൈമാറൽ എന്നിവയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 20 ലക്ഷത്തോളം രൂപ ചിലവഴിച്ചാണ് സ്മാർട്ട് ക്ലാസ് റൂം സജ്ജീകരിച്ചത്. MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ച് ടർഫ് നിർമ്മിക്കാൻ ആവശ്യമായ സ്ഥലത്തിന്റെ രേഖ ചടങ്ങിൽ വെച്ച് മാനേജ്മെന്റ് കതിരൂർ ഗ്രാമപഞ്ചായത്തിന് കൈമാറി. കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സനിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തലശ്ശേരി നോർത്ത് AEO A പ്രശാന്ത്, BPC KK ചന്ദ്രമോഹൻ, PTA പ്രസിഡന്റ് K ബിജു, വാർഡംഗം N സുധീഷ്, സ്കൂൾ മാനേജർ PK രത്നരാജ, തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രമേശ് കണ്ടോത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.